ഓം ശാന്തി. ജീവിതത്തിൽ ജ്ഞാനം നേടിയെടുക്കാൻ മാത്രം ഷോർട്ട് കട്ട് നടക്കില്ല. അത് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക തന്നെ വേണം, പരിശ്രമിക്കാൻ തയ്യാറാവുക തന്നെ വേണം. ഷോർട്ട് കട്ടിലൂടെ പോയാൽ എന്ത് സംഭവിക്കും? അതാണ് ഞാൻ നിൽക്കുന്നത് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരിക്കൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾക്ക് അവിടുത്തെ രാജാവിന് മക്കളില്ലാത്തത് കൊണ്ട് ഇവനെ ദത്തെടുക്കുകയും രാജാവാകാനൊരു ഭാഗ്യം സിദ്ധിച്ചു. രാജാവായി കഴിഞ്ഞപ്പോൾ അയാൾ വിചാരിക്കുകയാണ്, ഇതിന് മുന്നേ കഴിഞ്ഞു പോയതായിരിക്കുന്ന രാജാക്കന്മാരുടെ കഥയൊക്കെ ഒന്ന് എനിക്ക് പഠിച്ചാൽ കൊള്ളായിരുന്നുവെന്ന്. അങ്ങനെ രാജ്യത്തെ പണ്ഡിതന്മാരുടെ സദസ്സ് വിളിച്ചു വരുത്തി അവരോട് ചോദിക്കുകയാണ്, ഇതുവരെയുള്ള എല്ലാ രാജാക്കന്മാരുടെ കഥയും എനിക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നുവെന്ന്. അങ്ങനെ രാജാക്കന്മാരുടെ കഥകളുടെ വലിയ ബുക്കുകളുടെ ഭണ്ഡാരം തന്നെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. ഇത്രയും ബുക്കുകളുടെ അട്ടി കണ്ടപ്പോൾ ഈ രാജാവ് പറയുകയാണ്, അയ്യോ ഇത്രയും ബുക്ക് വായിക്കാനൊക്കെ എനിക്ക് എവിടെയാണ് നേരമുള്ളത്? നിങ്ങളൊരു കാര്യം ചെയ്യും മന്ത്രി, ഇതിനെല്ലാം കൂടി തന്നെ ചുരുക്കിക്കൊണ്ട് ഒരു ബുക്കാക്കി കൊണ്ടുപോവുക, അവരുടെ കഥ ഞാൻ വായിച്ചോളാം എന്ന് പറയും. അങ്ങനെ ഇത്രയും ബുക്കുകൾ ചുരുക്കി എഴുതി ഒരു ബുക്കാക്കുമ്പോഴത്തേക്കും വർഷങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ രാജാവിൻ്റെ ഒരു മധ്യവയസ്ക പ്രായമായ സമയത്താണ് ഈ ബുക്ക് കൊണ്ട് രാജാവിൻ്റെ മുന്നിൽ വരുന്നത്. മധ്യവയസ്സനായ രാജാവ് ഇത്രയും വലിയൊരു ബുക്ക് കണ്ടപ്പോൾ പറയുകയാണ്, എന്നെ ഒന്ന് നോക്കി നോക്കിയേ, ഞാനിപ്പോൾ മധ്യവയസ്സനായിരിക്കുന്നു, അവിടെ ഇത്രയും വലിയൊരു ബുക്ക് വായിച്ച് തീർക്കാനൊന്നും ഇപ്പം എന്നെക്കൊണ്ട് പറ്റില്ല. ഒരു കാര്യം ചെയ്യേ, അതിനെ ചുരുക്കിക്കൊണ്ട് ചെറിയൊരു ബുക്കാക്കി കൊണ്ടാമെങ്കിൽ കൊണ്ടുപോകാം, അപ്പം ഞാൻ വായിക്കാമെന്ന് പറയും. വീണ്ടും ആ ബുക്കിനെ രത്ന ചുരുക്കാക്കാൻ വേണ്ടി കൊണ്ടുപോയി അതിനെ വീണ്ടും ചെറുതാക്കി അവസാനം ഒരു ചെറിയ ബുക്കാക്കി. വരുമ്പോഴേക്കും രാജാവിന് 65 വയസ്സ് പ്രായമായി. അപ്പോൾ 65 വയസ്സ് രാജാവ് ഒരു ബുക്ക് കണ്ടപ്പോൾ ഇപ്പോൾ വായിക്കാൻ എൻ്റെ കണ്ണൊന്നും എന്നെ സഹായിക്കുന്നില്ല, ഇതിൻ്റെ മുഴുവൻ സാരം ഒരു വരിയിലേക്ക് പറ്റുമെങ്കിൽ ഒഴുക്കി കൊണ്ടുവരാൻ പറയുകയാണ്. ആ ഒരു വരിയിലേക്ക് എഴുതി കൊണ്ടുവരുമ്പോഴത്തേക്കും പിന്നെയും ഒരു 10 വർഷം കഴിഞ്ഞു. അപ്പോഴേക്കും രാജാവിന് രോഗം വന്നു പോയി, രോഗശയ്യയിലായി. രോഗശയ്യയിൽ കിടക്കുന്നതായിട്ടുള്ള രാജാവിന് വായിക്കാൻ പറ്റാതായി, കേട്ടാൽ മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയിലായി. കൊണ്ടുവന്നതായിരിക്കുന്ന അന്നത്തെ മന്ത്രിയുടെ അടുത്ത് പറയുകയാണ്, എന്താണ് അതിലെഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി, എനിക്ക് വായിക്കാൻ സാധ്യമല്ല എന്ന്. അപ്പോൾ അതിലെഴുതി വച്ചിരിക്കുകയാണ്, ഈ സമയവും കടന്നു പോകും, എല്ലാ രാജാക്കന്മാരും ഇവിടെ ജീവിച്ചു, ഭരിച്ചു, മരിച്ചു എന്ന്. ഇത്രയേ ഉള്ളൂ സാരമെന്ന്. ഇപ്പോൾ ജീവിതത്തിൽ ജ്ഞാനം നേടാൻ മാത്രം ഒരിക്കലും നമുക്ക് ഷോർട്ട് കട്ട് നടക്കില്ല. വേണോ ഓരോ ദിവസം കഴിയുന്തോറും നാളെ വായിക്കാം, നാളെ പഠിക്കാം, നാളെ അറിയാം, ഇന്ന് നേരില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഓട്ടപ്പന്തയുണ്ടല്ലോ, അവസാനം കണ്ണ് കാണാൻ പറ്റാതാവുമ്പോൾ, ചെവി കേൾക്കാൻ പ്രയാസമാവുമ്പോൾ, വായിക്കാനാകാത്ത സമയത്ത് എന്താണതിൽ പറഞ്ഞതെന്ന് ആരോടെങ്കിലും ചോദിച്ചറിയാമെന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ ഒന്നും നേടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും. സമയം ആരെയും കാത്തു നിൽക്കില്ല, അത് കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് നാളേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് മുതൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനാകുന്നോ അതൊക്കെ ദിവസവും കുറച്ച് സമയം പഠിക്കാനും വായിക്കാനും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുമെങ്കിൽ, എങ്ങനെയാണോ നല്ല ആഹാരം ശരീരത്തിന് ആരോഗ്യം തരുന്നത്, അതുപോലെ തന്നെ നല്ല ചിന്തകൾ മനസ്സിൻ്റെ ആരോഗ്യം ഉണ്ടാക്കും. മനസ്സിൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ ജീവിതം സുഖകരവും സന്തോഷകരമാവുകയും ചെയ്യും. അതുകൊണ്ട് ജ്ഞാനം നേടാൻ മാത്രം നോ ഷോർട്ട് കട്ട്. അത് നമ്മൾ പഠിക്കണം, അറിയണം, സ്വന്തമാക്കണം. വായിക്കാനും പഠിക്കാനും കേൾക്കാനും തയ്യാറാണെങ്കിൽ ജീവിതത്തെ സഫലമാക്കാൻ നമുക്ക് സാധിക്കൂ. ഇല്ലെങ്കിൽ അവസാനം ഈ കണ്ണിൽ നിന്ന് പട്ടയഴിക്കുന്ന സമയത്ത് ഞാൻ ചക്കിലാട്ടിയ കാളയുടെ കഥ കേട്ടിട്ടുണ്ട്, ചക്കിൽ കെട്ടിയ കാളയുടെ കഥ കേട്ടിട്ടുണ്ട്. ചക്കിൽ കെട്ടുന്ന കാള ചക്ക ആട്ടാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കറങ്ങി നടക്കും. വൈകുന്നേരം ആകുമ്പോഴും അത് എവിടെ നിന്ന് പുറപ്പെട്ടു അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഈ ജീവിതയാത്രയെ സഫലമാക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആനന്ദഭരിതമായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ കണ്ണുകളുടെ കെട്ടഴിക്കണം. വായിക്കാനും പഠിക്കാനും ജീവിതത്തെ മാറ്റാനും തയ്യാറാവണം. ജ്ഞാനത്തിന് മാത്രം നോ ഷോർട്ട് കട്ട്. അത് നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. ആ പരിശ്രമത്തിൽ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയാൽ അത് ജീവിതത്തിൻ്റെ സ്വഭാവമായി മാറിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സാഹചര്യം വന്നാലും അതിനെ അതിജീവിക്കാനുള്ള പോസിറ്റീവ് തിങ്കിങ് അത് നമ്മുടെ പഠനത്തിലൂടെ സ്വന്തമാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. പറ്റുന്ന പോലെ പഠിക്കണം. ദിവസവും കുറച്ച് സമയം വായിക്കാനും പഠിക്കാനും കണ്ടെത്തണം, അഥവാ കേൾക്കാനും പഠിക്കാനും കണ്ടെത്തണം. ഇന്ന് വായിക്കാൻ പറ്റില്ലെങ്കിൽ കേട്ട് അറിയാൻ, കണ്ടറിയാനുള്ളതായിരിക്കുന്ന ടെക്നോളജി നമുക്കുണ്ട്. അത് ഉപയോഗിച്ചെങ്കിലും അറിവ് ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ അറിവിൻ്റെ ലോകത്ത് നമുക്ക് ആനന്ദിക്കാൻ സാധിക്കൂ. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.